വിജയപ്രതീക്ഷയിൽ എസ് ജയമോഹനും സി അജയപ്രസാദും നൌഷാദ് യൂനുസും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനവിധി പൊതുവിൽ എൽ.ഡി.എഫിന് അനുകൂലമാണെന്നും എൽ.ഡി.എഫ് വിജയിക്കുമെന്നും മൂന്നാമതും എൽ.ഡി.എഫ് സർക്കാർ അധികാരത്തിൽ വരുമെന്നും കൊല്ലം നിയോജകമണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എസ് ജയമോഹൻ പറഞ്ഞു. എസ് ജയമോഹൻ അഞ്ചൽ അഗസ്തിക്കോട് ഓൾഡ് എൽ.പി. സ്കൂളിൽ 60ാമത് നമ്പർ ബൂത്തിൽ ഭാര്യയോടൊപ്പമെത്തി വോട്ട് രേഖപ്പെടുത്തി. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം. മത്സരത്തിനുണ്ടെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. മത്സരം നടക്കുന്നുണ്ട്. പൊതുവെയുള്ള സാഹചര്യം എങ്ങനെയാണ്? പൊതുവെ പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ടുള്ള ഒരു ആവേശകരമായ പ്രതികരണം തന്നെയാണ് എല്ലായിടങ്ങളിലും കാണാൻ കഴിയും. അത് കൊല്ലം അസംബ്ലി മണ്ഡലത്തിലും അതുതന്നെയാണ്. രാവിലെ മുതലുള്ള പോളിംഗ് സ്റ്റേഷനിൽ ആളുകളെത്തുന്നത് ക്യൂ പരിശോധിക്കുമ്പോഴും എല്ലാം ഇടതുപക്ഷ സർക്കാരിനോട് ആഹ്വാനം നടത്തി ഈ സംവിധാനം തന്നെ തുടരണം എന്നാഗ്രഹിക്കുന്ന ജനങ്ങളുടെ വികാര പ്രകടനം തന്നെയാണ് രാവിലെ മുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. പുനലൂർ മണ്ഡലത്തിലെ മത്സരം എങ്ങനെ വിലയിരുത്തും? പുനലൂർ മണ്ഡലം ഒരു കാലത്തും വലിയ വിലയിരുത്തലിൻ്റെ കാര്യമില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം തിളക്കമാർന്നതാക്കുന്ന മണ്ഡലങ്ങളിൽപ്പെട്ട ഒന്ന് തന്നെയാണ് പുനലൂർ. പുനലൂർ മണ്ഡലത്തിൽ എൽ.ഡി.എഫ് തിളക്കമാർന്ന വിജയം വരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുനലൂർ നിയോജക മണ്ഡലത്തിൽ ഉജ്ജ്വല വിജയം പ്രതീക്ഷിക്കുന്നതായി എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി സി അജയപ്രസാദ്. എൽ.ഡി.എഫ് സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ചർച്ചയായെന്നും വികസന പ്രവർത്തനങ്ങൾ ആഗ്രഹിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തിന് വോട്ട് രേഖപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് 7 മണി മുതൽ അസംബ്ലി മണ്ഡലത്തിലൊട്ടാകെ പോളിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. പോളിംഗ് തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു എല്ലാ വോട്ടർമാരുടെ ഇടയിൽ ചില ചർച്ചകളും ധാരണകളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനും നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. ആ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നിരവധി കാലത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള അഭൂതപൂർവമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഒരുപക്ഷെ നവകേരള സൃഷ്ടി എന്നുള്ള ആ ഒരു സങ്കല്പം തന്നെ, ആ ഒരു സ്വപ്നം തന്നെ യാഥാർത്ഥ്യമാക്കിയ ഒരു തരത്തിലാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ എൽ.ഡി.എഫിൻ്റെ പ്രവർത്തനം. പിണറായി സർക്കാരിൻ്റെ എൽ.ഡി.എഫിൻ്റെ ഗവൺമെൻറ് സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ജനങ്ങൾ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ, കേരളത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന ജനങ്ങൾ എൽ.ഡി.എഫിനാണ് വോട്ട് ചെയ്യുന്നത്. സി അജയപ്രസാദ് കുടുംബസമേതം ഏരൂർ ഗവൺമെന്റ് എൽ.പി. സ്കൂളിലെ 142 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. പുനലൂർ മണ്ഡലത്തിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായ തനിക്ക് ഉജ്ജ്വല വിജയമുണ്ടാകുമെന്ന് യു.ഡി.എഫ് സ്ഥാനാർത്ഥി നൌഷാദ് പറഞ്ഞു. ടീം യു.ഡി.എഫ് ഒറ്റക്കെട്ടായി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ടീം വളരെ ശക്തമായാണ് പ്രവർത്തിക്കുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. പുനലൂർ മണ്ഡലത്തിലെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി നൌഷാദ് യൂനുസിന് ഇരവിപുരം മണ്ഡലത്തിൽ പള്ളിമുക്ക് ഫാത്തിമ മെമ്മോറിയൽ ബി.എഡ് കോളേജിലെ 74 നമ്പർ ബൂത്തിലായിരുന്നു വോട്ട്. രാവിലെ തന്നെ ഇവിടെ എത്തി വോട്ട് ചെയ്ത ശേഷം അദ്ദേഹം തന്റെ മണ്ഡലമായ പുനലൂരിലെ വിവിധ ബൂത്തുകൾ സന്ദർശിക്കുന്നതിനിടെയാണ് ഇത്തവണ പുനലൂർ മണ്ഡലത്തിൽ യു.ഡി.എഫിന് ഉജ്ജ്വല വിജയം ലഭിക്കുമെന്ന് പറഞ്ഞത്. ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ 158 ബൂത്തിൽ വോട്ടിംഗ് യന്ത്രം തകരാറിലായി. 15 മിനിറ്റിനുള്ളിൽ വോട്ടിംഗ് യന്ത്രം ശരിയാക്കി വോട്ടെടുപ്പ് പുനരാരംഭിച്ചു. പുനലൂർ നിയോജക മണ്ഡലത്തിലെ 72 ബൂത്തായ അഞ്ചൽ ഗവൺമെന്റ് എൽ.പി.എസിലും വോട്ടിംഗ് യന്ത്രം തകരാറിലായി. പിന്നീട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെട്ടാണ് വോട്ടിംഗ് മെഷീന്റെ തകരാർ പരിഹരിച്ചത്. ന്യൂസ് കേരളം, കൊല്ലം. ഹെവി എക്യുപ്മെന്റ് പഠനത്തിന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥാപനം. ഇമ്പോർട്ടഡ് എക്യുപ്മെന്റ് നേരിട്ട് പഠിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏക സ്ഥാപനം. 5 ഏക്കറിൽ അമേരിക്കൻ ടെക്നോളജി പ്രാക്ടിക്കൽ യാർഡ്. ഹൈഡ്രോളിക് മെക്കാനിക്കൽ കോഴ്സുകൾക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈഡ്രോളിക് മെക്കാനിക്കൽ ലാബ്. 50 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിദേശത്തു നിന്നും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ പഠിച്ചിറങ്ങി ഉയർന്ന ജോലി നേടി ജീവിക്കുന്നു. പുതുപുത്തൻ എക്യുപ്മെന്റ്സിൽ ഓപ്പറേറ്റിംഗ്, മെയിൻ്റനൻസ്, ഹൈഡ്രോളിക് മെക്കാനിക്കൽ ക്ലാസുകൾ, താമസിച്ച് പഠിക്കുന്നവർക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റി.
30 വർഷത്തെ പ്രവർത്തന പരിചയമുള്ള വിദഗ്ധനായ അധ്യാപകൻ നേരിട്ട് ക്ലാസുകൾ നയിക്കുന്നു. പഠനശേഷം ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ, RTO ഗവൺമെന്റ് ലൈസൻസ്. JCB, ക്രെയിൻ, ടെലിസ്കോപ്പ് ഹൈഡ്രാ ക്രെയിൻ, ഇലക്ട്രിക്കൽ റിമോട്ട് ടവർ ക്രെയിൻ, മാനുവൽ ഫോർക്ക് ലിഫ്റ്റ്, ഓട്ടോമാറ്റിക് ഫോർക്ക് ലിഫ്റ്റ്, ഇലക്ട്രിക്കൽ ഫോർക്ക് ലിഫ്റ്റ്, ഇമ്പോർട്ടഡ് ഹെവി വീൽ ലോഡർ, ടെലിഹാൻഡർ, ബൂം ലോഡർ, വൈബ്രേറ്റിംഗ് കോമ്പാക്ടർ, ബോബ് ക്യാറ്റ്, റോഡ് റോളർ, ഹിറ്റാച്ചി ഡോസൽ ലോഡർ. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണ ഹെവി എക്യുപ്മെന്റ്സ്, അഞ്ചൽ, കൊല്ലം.